നിങ്ങൾ സങ്കീർത്തന എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ വാർത്ത കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. ആരും കേൾക്കുന്നില്ല, അതാണ് എൻ്റെ ആരും ശ്രദ്ധിക്കുന്നില്ല. ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കേൾക്കുള്ളൂ. പോസിറ്റീവായിട്ട് നടന്ന ഒരു കാര്യവും നമ്മൾ കേൾക്കുന്നില്ല, അറിയുന്നില്ല എന്നുള്ള ഒരു കുഴപ്പമുണ്ട്. ആ സങ്കീർത്തന എന്ന് പറയുന്ന കുട്ടി നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണ്ണൂരിലെ പ്രഭാത സദസ്സിൽ വരികയുണ്ടായി. ആ കുട്ടി വന്ന് പൈലറ്റിൻ്റെ വേഷത്തിലാണ്. ആ കുട്ടി ഇപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ പൈലറ്റാണ്, കൊമേഴ്സ്യൽ പൈലറ്റാണ്. അപ്പോൾ ആ കുട്ടി വന്നുകൊണ്ട് അവിടെ പറഞ്ഞ കാര്യങ്ങൾ, ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതായത് വീടിൻ്റെ മുകളിൽ കൂടെ എയറോപ്ലെയിൻ പോകുമ്പോൾ ആ എയറോപ്ലെയിനിൽ നിന്ന് കയറിയാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അതുപോലെ സ്കൂളിൽ ചെല്ലുമ്പോഴും സ്കൂളിൻ്റെ മേലെ കൂടി ഫ്ലൈറ്റ് പോകും. അപ്പോഴും ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ ഫ്ലൈറ്റിൽ ഒന്ന് കയറിയാൽ നല്ലതാണെന്ന്. എല്ലാവർക്കും അങ്ങനെ ആഗ്രഹം ഉണ്ടാവില്ലേ? ആഗ്രഹമില്ലാത്തവരുണ്ടോ പേടിച്ചിട്ട്? അപ്പോൾ കയറാൻ വേണ്ടി ആഗ്രഹിച്ച ആ കുട്ടി പിന്നെ കുറച്ചുകൂടി പഠിച്ച് വളർന്നു കഴിഞ്ഞപ്പോൾ കുട്ടി ആഗ്രഹിച്ചത് വെറുതെ കയറിയാൽ പോരാ, പിന്നെന്താ, അത് പറത്താനും അല്ലെങ്കിൽ അതിൻ്റെ പൈലറ്റായി മാറുക എന്നുള്ളൊരു സ്വപ്നമായി. അങ്ങനെ ആ സ്വപ്നവും പേറിയാണ് ആ കുട്ടി പഠിച്ചുകൊണ്ട് മിടുക്കിയായി പഠിച്ചത്. പക്ഷേ ആ സമയത്താണ് എൻ്റെ അച്ഛന് അസുഖം വന്ന് അച്ഛൻ അങ്ങനെ കിടന്നു. 2.5 കൊല്ലം ചികിത്സയായി മരിച്ചു. അമ്മ മാത്രമാണ് ഏണിംഗ് മെമ്പർ. 3 പെൺകുട്ടികളാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ പഠനം ഏകദേശം, എൻ്റെ സ്വപ്നം, എൻ്റെ ചിറക് കരിഞ്ഞു പോയി. അതിൻ്റെ ഇടയിൽ ഹൈദരാബാദ് ഏവിയേഷൻ അക്കാദമിയിൽ ഒന്ന് അന്വേഷിച്ചു ഈ പഠിക്കാൻ എത്ര രൂപ വേണമെന്നാണ്. അപ്പോൾ 45 ലക്ഷം വേണം. അപ്പോൾ 45 ലക്ഷം എന്നുള്ളത് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത കുടുംബാന്തരീക്ഷമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഗവൺമെൻറ് വിങ്സ് എന്ന് പറയുന്ന ഒരു പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. അത് പത്രത്തിൽ കണ്ടുടനെ തന്നെ ആ കുട്ടി അപേക്ഷ കൊടുത്തപ്പോൾ സെലക്ഷനായി കുട്ടി നന്നായി. കാരണം ചെറുപ്പത്തിലുള്ള ഒരാഗ്രഹമല്ലേ, വേഗം തന്നെ പൈലറ്റായി മാറും. ആ പൈലറ്റിൻ്റെ ലൈസൻസുമായി കുട്ടി നമ്മുടെ ഓഫീസിലേക്ക് വന്നു. ആ പൈലറ്റിൻ്റെ ലൈസൻസ് കിട്ടുമല്ലോ, ആ ലൈസൻസുമായിട്ട് എന്നെ കാണാൻ വേണ്ടി വന്നു. അത് അപാരമായിട്ടുള്ളൊരു സന്തോഷം ആണ്. മനുഷ്യൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണല്ലോ. അപ്പോൾ ആ ലൈസൻസ് കൊണ്ടുവന്ന് കാണിക്കാൻ എന്നെ വന്ന ആ ഒരു രംഗമുണ്ട്. അതെത്രയേറെ ആഹ്ലാദത്തിലാണ് കുട്ടി വന്നത്. അപ്പോൾ ആ കുട്ടി പറഞ്ഞ് എൻ്റെ സ്വപ്നം, ആ സ്വപ്നം ചിറക് കരിഞ്ഞിരിക്കുന്ന സമയത്താണ് ഈ പദ്ധതി വന്നത്. ഏത് വിങ്സ് എന്നുള്ള പറയുന്നത്. അത് ഞാൻ അപേക്ഷ കൊടുത്ത് അങ്ങനെയാണ് എനിക്ക് കൊമേഴ്സ്യൽ പൈലറ്റായി വരാനും അതുപോലെ എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ എനിക്ക് ജോലി കിട്ടാനും കഴിഞ്ഞത് എന്ന് ആ കുട്ടി പറഞ്ഞപ്പോൾ ഹർഷാരവത്തോടു കൂടിയാണ് ആ സദസ്സ് ആ കുട്ടിയെ വരവേറ്റത്. ഇപ്പോൾ അടുത്ത ദിവസം ഒരു അപേക്ഷ തന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റുകൾ പറപ്പിക്കണമെങ്കിൽ ഒരു കോഴ്സും കൂടി, ഒരു പ്രധാനപ്പെട്ട ട്രെയിനിങ് കൂടി നടത്തണം. ആ ട്രെയിനിങ് എന്ന് വെച്ചാൽ 1 മണിക്കൂറിന് 40,000 രൂപയാണ്. അങ്ങനെ 15 മണിക്കൂർ പരിശീലനം നടത്തണം. ആ 15 മണിക്കൂറിന് എത്ര രൂപയാവും? പെട്ടെന്ന് പറ. 6 ലക്ഷം. 6 ലക്ഷം രൂപ. 6 ലക്ഷം എടുക്കാനില്ല. അപ്പോൾ ആ കുട്ടിയിൽ പരാതി തന്നു. അപ്പോൾ ആ കുട്ടിക്ക് സങ്കീർത്തനയ്ക്ക് 6 ലക്ഷം കൊടുത്തു. അപ്പോഴാണ് അടുത്ത 4 പേര് കൂടി പൈലറ്റുമാരായില്ല. അവരും പറഞ്ഞ് ഞങ്ങൾക്കും ഈ പരിശീലനം നടത്തണം. അപ്പോൾ അവർക്കും കൊടുത്തു. അപ്പോൾ ഈ 5 പേർക്കിപ്പോൾ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റുകൾ പറത്താൻ വേണ്ടിയുള്ള വലിയ ഒരു പരിശീലന പരിപാടിക്ക് 30 ലക്ഷം രൂപ സാമ്പത്തിക പ്രയാസം ഉണ്ടായിട്ടും കൊടുത്തു. ആ കുട്ടികൾ പോയി പഠിച്ച്. ഇതുപോലെ തന്നെയാണ് നമ്മൾ പഠിച്ച് കഴിയുന്ന കുട്ടികൾക്ക് തൊഴിൽ ഏറ്റവും നന്നായി പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കുക. അത് കഴിഞ്ഞാലോ തൊഴിലവസരം ഉണ്ടാകും. അതിനാണ് ട്രൈസ് എന്ന് പറയുന്ന പദ്ധതി ഇവിടെ ഡയറക്ടർ സൂചിപ്പിച്ചത്.